Hi students, എല്ലാവർക്കും നന്ദൂസ് എഡ്യൂടെക്കിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് PSCയുടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്സിലെ ഒരു സെക്ഷനാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിന്റെ ബേസിക് ഐഡിയാസ് അല്ലെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻസ്, PSCക്ക് വരുന്ന എല്ലാം ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെക്ഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോകാം. ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഇതിനകത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് 10ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 9ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് അതിന് മുമ്പേ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച കുറച്ച് എലമെന്റ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം പോകുന്നത്. അപ്പൊ നമുക്ക് പഠിച്ച ആദ്യത്തെ ഇക്വേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ബേസിക് ഐഡിയ. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക എല്ലാവരും. എന്താണ് ഇക്വേഷൻ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും, നിങ്ങൾ ഏതൊരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും അതിനെല്ലാത്തിൽ നിന്നും നമുക്ക് പിന്നെയും ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പീഡ് ഇനി നമ്മൾ എസ് എന്ന് എടുത്തോളൂ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്. ഡിസ്റ്റൻസിന് എന്താണ്? ഡി. ടൈമിന് എന്താണ്? ടി. ഇനി ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഈക്വൽ ക്രോസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് ഈക്വൽ ക്രോസ്? അതായത് സൈൻ ഇവിടെ എന്താണ്? ഈക്വൽ. ഈക്വൽ വന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്? ഈക്വൽ ക്രോസ്. അപ്പൊ എങ്ങനെ ഒരു ഇക്വേഷൻ? എസ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. അതായത് അടുത്ത പുതിയ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഏതൊരു ഇക്വേഷൻ തന്നാലും അതിൽ നിന്ന് പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഏതെങ്കിലും ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പം ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്പീഡ് ഇൻറ്റു ടൈം. അതിന്റെ അർത്ഥം ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ടി എന്ന് പറഞ്ഞാൽ ടൈം. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വീണ്ടും ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിവിടെ സ്പീഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ആരാണ്? ടൈം. ടൈം കണ്ടുപിടിക്കാൻ ടൈം അവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ടൈമിനോട് ഇൻറ്റു ചെയ്തിരിക്കുവാണ് എസ്. ഇൻറ്റു ചെയ്തിരിക്കുന്നത് ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താണ്? ഡിവിഷൻ അല്ലെ? അപ്പം ഓർത്ത് വെച്ചേക്കുക, ഇൻറ്റു ചെയ്തിരിക്കുന്നത് ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഡിവിഷൻ. അപ്പൊ എന്ത് വരും? ടൈം ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അടുത്ത ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഇക്വേഷൻസ് ഇതിൽ നിന്ന് തന്നെ സോൾവ് ചെയ്തിട്ടില്ല. കാരണം 3 ഫാക്ടേഴ്സ് അല്ലേ ഉള്ളൂ ഇതിനകത്ത്. ആ 3 ഫാക്ടേഴ്സ് ഏതെങ്കിലും ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മാർഗം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ സ്പീഡും ടൈം കൂടെ ഇൻറ്റു ചെയ്യുക. അതുപോലെ തന്നെ ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എടുക്കുക. ഈ 3 ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്തെന്ന് വെച്ചേക്കോ. ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, വെറുതെ എല്ലാം പഠിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഇപ്പം തന്നെ റീഅറേഞ്ച് ചെയ്യുന്നത് കണ്ടല്ലോ. ഓക്കെ, ഇത് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും അറിയാത്തവരായിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഒന്നും അറിഞ്ഞൂടാത്തത് എന്നാണ് നമ്മൾ തുടങ്ങി വെക്കേണ്ടത്. ഓക്കെ, 0യിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക, അറിയാത്തവർ കേട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് തുടങ്ങാം. ആവറേജ് സ്പീഡ്. അപ്പൊ നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ ഫസ്റ്റ് കുറച്ച് ബേസിക് ഐഡിയാസ് പറഞ്ഞുതരാം. ആവറേജ് സ്പീഡ് ഇവിടെ തൊട്ട് ശ്രദ്ധിച്ചേക്കുക. ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതായത് ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നൊരു ഫാക്ടർ ഏതാണ്? ആവറേജ്. ബാക്കി നമ്മുടെ കയ്യിലുള്ളതായിരുന്നല്ലോ എന്തായിരുന്നു? സ്പീഡ്. സ്പീഡ് കാൽക്കുലേഷൻ എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അതുപോലെ തന്നെ ആവറേജ് എന്ന് പറയുന്ന ഫാക്ടർ അധികമായിട്ട് വരുമ്പോൾ നമ്മൾ എന്തെടുക്കണം? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. എന്താണ് എടുക്കേണ്ടത്? എന്താണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇത് പരീക്ഷയ്ക്ക് വരുന്ന മിക്കവാറുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇത് 2 കണ്ടീഷൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിന് എത്ര കണ്ടീഷൻസ് ഉണ്ട്? 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഇത് മനസ്സിലാക്കി പോണേ. ഫസ്റ്റ് കണ്ടീഷൻ ഡിസ്റ്റൻസ് ഈസ് സെയിം. എന്താണ്? ഡിസ്റ്റൻസ് ഈസ് സെയിം. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആവുകയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഇത് ആദ്യം പഠിച്ചു വെക്കുക, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ ഇക്വേഷൻ ആവറേജ് സ്പീഡ്, എല്ലാത്തിനെയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ്. ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. 2xy divided by x plus y. ഇതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഏതിനകത്താണെന്ന് കൂടെ മനസ്സിലാക്കുക. ഫസ്റ്റ് കണ്ടീഷൻ ഡിസ്റ്റൻസ് ഈസ് സെയിം.
ഡിസ്റ്റൻസ് സെയിം ആവുകയാണെങ്കിൽ അവിടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ് 2xy ഡിവൈഡ് ബൈ x പ്ലസ് y. എന്താണ് x, എന്താണ് y? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, x എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാലും സ്പീഡ്സ്. എന്താണ്? സ്പീഡ്. അപ്പൊ എക്സും y എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ്സ് അല്ലെങ്കിൽ സ്പീഡ്. അപ്പൊ എക്സും y എന്താണ്? സ്പീഡ്. അപ്പൊ എക്സും y സ്പീഡ് തന്നിട്ട് നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താൽ പോലെ. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് സെയിം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരാള് ഇവിടെ നിന്നും എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്നും ബി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് പോയി. ഓക്കെ, ഒരാള് എ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നും ബി എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു. അയാൾ പോയ സ്പീഡ് ഒരു 10 km/h ആണെന്ന് തന്നിരിക്കും. എന്താണ്? 10 km/h ആണെന്ന് തന്നിരിക്കട്ടെ. അതിനുശേഷം അയാൾ ബിയിൽ നിന്നും തിരിച്ച് എങ്ങോട്ടേക്കും വന്നു? എയിലേക്കും വന്നു. അപ്പൊ ബിയിൽ നിന്നും തിരിച്ച് അയാൾ എങ്ങോട്ടേക്ക് വന്നു? എയിലേക്കും വന്നു. അപ്പൊ ബിയിൽ നിന്ന് എയിലേക്ക് വന്ന സ്പീഡ് ഒരു 20 km/h ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്, എയിൽ നിന്ന് ബിയിലേക്ക് പോയത് 10 km/h, തിരിച്ചു വന്നത് 20 km/h. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡ് എന്ത്? അപ്പൊ എയിൽ നിന്ന് പോയതും തിരിച്ച് ബിയിൽ നിന്ന് എല്ലാം കിട്ടി. അപ്പൊ നമുക്ക് സ്പീഡ് കിട്ടിയല്ലോ, എക്സും വൈയും. നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ കണ്ടീഷൻ സെയിം അല്ലേ, എയിൽ നിന്ന് ബിയിലേക്ക് പോയ ദൂരം തന്നെ ആയിരിക്കും ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്കും അല്ലേ. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥലം, എന്റെ സ്ഥലം കാറ്റാടിമുക്ക്. കാറ്റാടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും മൈലക്കാടേക്ക് പോകണമെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ട് അല്ലെ. 2 കിലോമീറ്റർ ആണ് കാറ്റാടിമുക്കിൽ നിന്നും മൈലക്കാട് വരെ പോകാൻ. മൈലക്കാട് നിന്നും തിരിച്ച് കാറ്റാടിമുക്കിലേക്ക് വരാനും എത്ര തന്നെയായിരിക്കും കിലോമീറ്റർ? 2 കിലോമീറ്റർ തന്നെ ആയിരിക്കും. മാറുമോ? ഒരിക്കലും ഇല്ല. അത് തന്നെയാണ് എയിൽ നിന്നും ബിയിലേക്ക് പോയി, ബിയിൽ നിന്നും തിരിച്ച് എയിലേക്ക് വന്നു. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് സെയിം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫാക്ടർ, ഡിസ്റ്റൻസ് ഈസ് സെയിം. അപ്പൊ ഡിസ്റ്റൻസ് സെയിം എന്നാൽ കണ്ടീഷൻ 2xy ഡിവൈഡ് ബൈ x പ്ലസ് y എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം പോരെ. x y എന്താണ്? x y സ്പീഡ്സ്. അങ്ങോട്ട് പോയ സ്പീഡ് 10, തിരിച്ചു വന്ന സ്പീഡ് 20. അങ്ങനെയാണെങ്കിൽ 10 × 20 200, 200 × 2 400, 400 ഡിവൈഡ് ബൈ x പ്ലസ് y 20 പ്ലസ് 10 400 ഡിവൈഡ് ബൈ 30. എടുത്താൽ ആൻസർ ആവത്തില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇത് പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ, കണ്ടീഷൻ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് സെയിം. ഡിസ്റ്റൻസ് സെയിം എന്നാൽ എന്താണ്? ആവറേജ് സ്പീഡ് കൊടുക്കുന്ന ഇക്വേഷൻ 2xy ഡിവൈഡ് ബൈ x പ്ലസ് y. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ. ടൈം ഈസ് സെയിം. അതായത് ടൈം ആണ് സെയിം തരുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? അവിടെയും ഇക്വേഷൻ ശ്രദ്ധിച്ചു കേട്ടോ. അവിടെയും എന്ത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് സ്പീഡ്. കണ്ടുപിടിക്കാൻ ഇക്വേഷൻ x പ്ലസ് y ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എന്താണ് ഇക്വേഷൻ? x പ്ലസ് y ഡിവൈഡഡ് ബൈ 2. ടൈം കോൺസ്റ്റന്റ് ആയിട്ട് വന്നാലുള്ള ഇക്വേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ x പ്ലസ് y ഡിവൈഡഡ് ബൈ 2 ഇതാണ് എന്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? ആവറേജ് സ്പീഡ്. x ഉം y എന്ത് തന്നെയാണ്? സ്പീഡ്. ഓക്കെ, അപ്പൊ ടൈം സെയിം വരുന്ന കണ്ടീഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. x പ്ലസ് y ഡിവൈഡഡ് ബൈ 2. രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ആവറേജ് സ്പീഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ക്ലോസ് ആയി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആവറേജ് സ്പീഡ്? ഓക്കെ, ഒന്നുകൂടെ പറയാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പൊ അതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്, രണ്ട് കണ്ടീഷൻസ്. ഒന്ന് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുന്ന കണ്ടീഷൻ, രണ്ട് ടൈം സെയിം ആയിരിക്കുന്ന കണ്ടീഷൻ. ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇക്വേഷൻ എന്താണ്? 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. എന്താണ് ടൈം സെയിം ആയിരിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ ഇക്വേഷൻ? ആവറേജ് സ്പീഡ് തന്നെയാണ്. ഇക്വേഷൻ എന്താണ്? x പ്ലസ് y ഡിവൈഡഡ് ബൈ 2. ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇപ്പൊ പഠിച്ചു വെച്ച് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. എന്താണ്? എ പേഴ്സൺ ഗോസ് ഫ്രം എ ടു ബി. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുക, എ എന്ന് പറഞ്ഞൊരു പൊസിഷൻ എടുക്കുക, ബി എന്ന് പറഞ്ഞ മറ്റൊരു പൊസിഷൻ എടുക്കുക. ഇവിടെ നിന്ന് അയാൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തി അല്ലെ, എ ടു ബി അറ്റ് ദ സ്പീഡ് ഓഫ് 40 km/h. അപ്പൊ അങ്ങോട്ട് പോയ സഞ്ചരിച്ച സ്പീഡ് എന്താണ്? എത്രയാണ്? 40 km/h. തിരിച്ച് he comes back at the speed of 60 km/h. അപ്പൊ തിരിച്ചു വന്നു. ബിയിൽ നിന്ന് തിരിച്ചങ്ങോട്ട് വന്നു, എയിലേക്ക് വന്നു. ആ സഞ്ചരിച്ചത് എത്ര സ്പീഡിലാണ്? 60 km/h. എങ്കിൽ വാട്ട് ഇസ് ആവറേജ് സ്പീഡ് ഫ്രം ദ ജേർണി, ഹോൾ ജേർണി? ഈ ഫുൾ ജേർണിയിൽ അയാൾ എടുത്ത ആവറേജ് സ്പീഡ് എന്താണ്? ഇതാണ് ചോദ്യം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്നും തിരിച്ച് എയിലേക്ക് വന്നു. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? The distance is same. When distance is same, the average speed is equal to 2xy divided by x plus y. അല്ലേ? അതല്ലേ ഇക്വേഷൻ. ദൂരം സെയിം ആണെങ്കിൽ, സഞ്ചരിച്ച ദൂരം സെയിം ആണെങ്കിൽ നമ്മൾ എന്താണ് ഇക്വേഷൻ ഇടുന്നത്? 2xy divided by x plus y. എന്താണ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ്? ആവറേജ് സ്പീഡ്. അപ്പൊ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ഫസ്റ്റ് എന്താണ്? x എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ സ്പീഡ് അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഡ് ബൈ തിരിച്ചു വന്ന സ്പീഡ്. അപ്പൊ എന്താണ് x ഉം y ഉം? x is equal to 40, y is equal to 60. നമ്മുടെ ഇക്വേഷൻ ഇടാം. എന്താണ് ഇക്വേഷൻ? ആവറേജ് സ്പീഡ് is equal to 2 into 40 into 60 divided by
40 plus 60. അല്ലെ? ഇതൊക്കെ വളരെ വേഗത്തിൽ ചെയ്യണം. സ്പീഡ് കൂടാൻ നിങ്ങൾ ഇപ്പോൾ പതുക്കെ ഞാൻ എഴുതുന്നതേ ഉള്ളൂ. നിങ്ങൾ സ്പീഡ് കൂട്ടി വേണം. ഇത് അത്ര സ്റ്റെപ്പ് ആയിട്ടാണ് എഴുതാൻ നിൽക്കേണ്ട. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് തന്നതേ ഉള്ളൂ. നിങ്ങൾ വളരെ സ്പീഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാം. 6 4s are 24. 24 into 2 48. 48 0 0 0 divided by 40 plus 60 100. 0 0 cancel. Then answer is equal to 48. അപ്പൊ നമുക്ക് കിട്ടിയത് ഉത്തരം കിലോമീറ്റർ പെർ ഹവറിലായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തിലായിരിക്കണം? കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയതാണ് 48 കിലോമീറ്റർ പെർ ഹവർ. ഈസി അല്ലേ? കണ്ടുപിടിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഉത്തരം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 48 കിലോമീറ്റർ പെർ ഹവർ എന്ന് ആൻസറിന്റെ കീഴിനകത്ത് ഓപ്ഷനകത്ത് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 48 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയിരിക്കും. എന്താണെന്ന് പറയാണ്, കിലോമീറ്റർ പെർ ഹവർ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. കിലോമീറ്റർ നമ്മുടെ ഡിസ്റ്റൻസിന്റെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് യൂണിറ്റ് ഏതാണ്? മീറ്റർ. അപ്പൊ നമ്മൾ എപ്പോഴും മീറ്ററിലാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ പക്ഷേ ഇതിലാണ് കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പൊ ചിലപ്പോൾ ആൻസർ കീ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും തരുന്നത്. സ്പീഡിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ഉത്തരം തരുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ആലോചിച്ച് വെക്കുക. ഫസ്റ്റ് കിലോമീറ്റർ പെർ ഹവറിനെ നമുക്ക് ആക്കേണ്ടത് എന്തിലാണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ നമ്പറേ ഉള്ളൂ. ആ നമ്പർ റെസിപ്രോക്കൽ എടുത്തിട്ടാൽ മാത്രം മതി. എല്ലാവർക്കും അറിയാമായിരിക്കും 5/18 18/5 അല്ലെ? അത് മാത്രം തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് വലിയ അളവിനെ ചെറിയ അളവിലോട്ടാണ് മാറ്റേണ്ടത്. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പൊ ചെറിയ അളവിലോട്ട് മാറ്റുമ്പോൾ ചെറിയ നമ്പർ മുകളിൽ വരണം. അത് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ 48 അല്ലേ? 48 into 5/18 ആണോ 18/5 ആണോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചെറിയ ഇതിനകത്തോട്ടാണ് മാറ്റേണ്ടത്, യൂണിറ്റിലോട്ടാണ് മാറ്റേണ്ടത്. മീറ്റർ പെർ കിലോമീറ്റർ ആണോ വലുത്, മീറ്റർ ആണോ? കിലോമീറ്ററിൽ വലുതിൽ നിന്നും ചെറുതിലോട്ട് മാറ്റുമ്പോൾ ചെറുതിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പൊ ചെറിയ നമ്പർ മുകളിൽ വരണം. അപ്പൊ ഏതാ? 5/18. ഓക്കെ, ഇനി ചെയ്താൽ മതി. 48 into 5/18 ക്യാൻസൽ ചെയ്യാം. 9 24 8 3 ഇനി ചെയ്യാൻ പറ്റുമല്ലോ. 8 5s are 40. 40 divided by 3. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആലോചിക്കുക, 48 കിലോമീറ്റർ പെർ ഹവർ തന്നിട്ടുണ്ട്. അത് ആൻസർ കീഴിലില്ല, ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് 40/3 എന്ന് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും സെയിം തന്നെയല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. വലിയ അളവിനെ ചെറിയ അളവിലോട്ട് മാറ്റാൻ എന്താണ്? 5/18. ഇനി തിരിച്ചാണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലോട്ടാണ് മാറ്റുന്നെങ്കിലോ? ഇപ്പം എക്സാമ്പിൾ 40/3 അത് തന്നെ എടുക്കാം. നമുക്കൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് എടുക്കാം. ഇത് മനസ്സിലാക്കാമല്ലോ. 40/3 എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ കിലോമീറ്റർ പെർ ഹവറിലോട്ടാണ് മാറ്റുന്നത്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എന്തിലോട്ട് മാറ്റണം? കിലോമീറ്റർ പെർ ഹവറിലോട്ട് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെറിയ അളവിനെ മീറ്റർ പെർ സെക്കൻഡ് ചെറിയ അളവിനെ വലിയ അളവിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? വലിയ നമ്പർ മുകളിൽ വരും. 5 ആണോ 18 ആണോ വലുത്? വലുത് ഏതാ? 18. അപ്പൊ ഇൻറ്റു 18/5. ഓക്കെ അല്ലേ? എത്ര കിട്ടും? 6 6 ആണല്ലോ 18. 8 8 6 are 48. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയത് 48 കിലോമീറ്റർ പെർ ഹവർ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി 48 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നതാണ് എത്ര? 40/3 മീറ്റർ പെർ സെക്കൻഡ്. 40/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര? 48 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. പുതിയൊരു സെക്ഷൻ പഠിക്കാം. ട്രെയിൻ. എന്താണ് ട്രെയിൻ? ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ട്രെയിൻ അല്ലെ? അപ്പൊ ട്രെയിൻ ഇന്ന ദൂരം സഞ്ചരിച്ചു. ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ ക്രോസ് ചെയ്തു. ഒരു ട്രെയിൻ ഒരു മനുഷ്യനെ ക്രോസ് ചെയ്തു, ഒരു മാനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടണലിലൂടെ പോയി, ഒരു പ്ലാറ്റ്ഫോമിലൂടെ പോയി, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജിലൂടെ പോയി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ്, സ്പീഡ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ബേസിക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പം. എന്നിട്ട് ബാക്കി ഇനി നിങ്ങൾക്ക് വേണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരെ ചെയ്യാൻ നമുക്ക് പറ്റും. അത് നിങ്ങൾ പറയുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ചെയ്യാം. ട്രെയിൻ നമുക്ക് 2 കണ്ടീഷൻ ആക്കാം. എന്താക്കാം? ട്രെയിനെ 2 കണ്ടീഷൻ. ആവറേജ് സ്പീഡ് 2 കണ്ടീഷൻ ആക്കി ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. അതുപോലെ ട്രെയിനെ നമുക്ക് എന്താക്കാം? 2 ആക്കാം. ഒന്ന് മാൻ, പോസ്റ്റ്, ഇലക്ട്രിക്കൽ പോസ്റ്റ് എന്നൊക്കെ ആയിരിക്കും തരുന്നത്. അങ്ങനെയുള്ള കേസ് വരുമ്പോൾ എന്താണ്? മാൻ, പോസ്റ്റ്, പോള്. പോളെന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്, പോസ്റ്റ് തന്നെയാണ് കേട്ടോ. പോസ്റ്റ്, പോള്, മാൻ തുടങ്ങിയ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും?
ഇതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ കൂടെ പറയാൻ ശേഷം നോക്കാം. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് എന്താണെന്ന് കിട്ടും. പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ടണല്, ഓക്കെ, ഇങ്ങനെയൊക്കെ വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും ആ രീതിയിൽ വരുമ്പോഴും ഉള്ള വ്യത്യാസം എന്താണ്? ഇത് നോക്കിയാൽ മാൻ, പോസ്റ്റ് തുടങ്ങിയവയൊക്കെ എങ്ങനെയാ? ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ഒബ്ജക്റ്റ് അല്ലേ? അതായത് ഒരു മനുഷ്യൻ നേരെ നിൽക്കുകയല്ലേ, ഒരു പോസ്റ്റ് നേരെ നിൽക്കുന്നതല്ലേ ആണേ. പക്ഷെ ഒരു പ്ലാറ്റ്ഫോം, ബ്രിഡ്ജസ്, ടണൽ ഇതെങ്ങനെയാ നിൽക്കുന്നത്? അത് കറക്റ്റ് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നില്ലേ? നോക്ക്, പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നില്ലേ, ടണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നില്ലേ, ഒരു ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാലും അങ്ങനെ പോകുന്നില്ലേ? അപ്പൊ ആലോചിച്ച് നോക്കുക, രണ്ട് കണ്ടീഷൻസ്, ഒന്നെന്താണ് വെർട്ടിക്കലും, രണ്ടെന്താണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഒബ്ജക്ട്സും. അങ്ങനെ വരുമ്പോൾ രണ്ടിടത്തും രണ്ട് രീതിയിലാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി, വലിയ പാടൊന്നുമില്ല. ഒന്ന് വെർട്ടിക്കൽ ആയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ എന്നും പറഞ്ഞത്. ഓക്കെ, മറ്റത് പാരലൽ ആയിട്ട് പോകുന്നില്ല. ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിന് പാരലൽ. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം, ആൾക്കാർ നിൽക്കുന്ന, ട്രെയിൻ കയറാൻ നിൽക്കുന്ന സ്ഥലമാണ് പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ട്രെയിൻ ഇങ്ങനെ പോകുന്നു. അപ്പം ഇങ്ങനെ പോകുന്നത് പാരലൽ ആയിട്ടാണ് അവർ രണ്ടും സഞ്ചരിച്ചു പോകുന്നത് അല്ലേ? പ്ലാറ്റ്ഫോം ഇവിടെ നിൽക്കുന്നു, കോൺസ്റ്റന്റ് ട്രെയിൻ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു. അപ്പൊ ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും? ആ ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ ആ ബ്രിഡ്ജസിനെ അല്ലെങ്കിൽ ആ ടണലിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് എത്രയാണ്? ഇതായിരിക്കും ചോദ്യം. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് എത്രയായിരിക്കും? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു ഫാക്ടർ എന്താണ്? നമ്മൾ അതിനെ രണ്ടായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ഏതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്? ഒന്ന് മാൻ, പോസ്റ്റ് തുടങ്ങിയ വെർട്ടിക്കൽ കമ്പോണൻസ്, രണ്ടാമത് എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണൻസ്. അതിൽ ഏതാണ് തിരിച്ചറിയുക, എന്നിട്ട് അതിനകത്തുള്ള ഇക്വേഷൻസ് എങ്ങനെയാണ് ഇടുന്നതെന്ന് അപ്ലൈ ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ ബേസിക് ഐഡിയ ഇതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ മാൻ, പോസ്റ്റ് തുടങ്ങിയവ എങ്ങനെയാണ്? വെർട്ടിക്കൽ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ കേട്ടോ, സാധാരണ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അവിടെ നമ്മൾ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്താൽ മതി. അതായത് ട്രെയിൻ ഒരു ലെങ്ത് കാണും. എന്താണ്? ട്രെയിൻ ഒരു ലെങ്ത്. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റിനിൽ കാണുന്നത്. ട്രെയിനിന്റെ ലെങ്ത് എന്തായാലും തരും കേട്ടോ. അത് ഇതിന് രണ്ട് കേസ് ആയാലും എന്ത് തന്നെ തരും? ട്രെയിനിന്റെ ലെങ്ത് തരും. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ ആ ലെങ്ത് ആണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ ട്രെയിൻ എത്ര നീളം ഉണ്ടെന്ന് പറഞ്ഞു തരും. ആ നീളമാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ഡിസ്റ്റൻസ് എന്നെങ്കിൽ ദൂരം എന്ന് പറഞ്ഞ ഈക്വേഷനിൽ എടുക്കേണ്ടത്. വേറെ യാതൊന്നും ചെയ്യാനില്ല. അവിടുത്തെ സെക്കൻഡ് എന്താണ് നോക്കുക, അത് സെക്കൻഡിലാണോ തരുന്നത് നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ആ ഐഡിയകൾ മാത്രം ആലോചിക്കുക. ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിനിറ്റ് തരാം, ചിലപ്പോൾ മണിക്കൂർ തരാം. അപ്പൊ നമ്മൾ നോക്കുക നമ്മുടെ ആൻസർ കീയിലെ ഓപ്ഷൻസ് ഏതാണെന്ന് ശ്രദ്ധിക്കുക. ആ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയത് കണ്ടീഷൻസ് മനസ്സിലാക്കി വെച്ചേക്കുക. കണ്ടീഷൻസ് എന്താണ്? മാനും പോസ്റ്റും വന്നാൽ എന്താണ്? വെർട്ടിക്കൽ ആണ്. വെർട്ടിക്കൽ ആണെങ്കിൽ ഇക്വേഷൻ എന്ത് തന്നെയാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്താണെന്ന് എടുക്കുക. ട്രെയിനിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. ഇത് മാത്രം മനസ്സിലാക്കി വെച്ചേക്കുക. ട്രെയിനിന്റെ ലെങ്തിനാണ് നമ്മൾ വിളിക്കുന്നത് ഡിസ്റ്റൻസ്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ ബാക്കി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാറ്റ്ഫോം, ബ്രിഡ്ജസ്, ടണൽ. ഇവിടെ എടുക്കേണ്ട കാര്യം, ഇവിടെയും ഇക്വേഷൻ തന്നെയാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയാണ്. പക്ഷെ ആ ഡിസ്റ്റൻസിന്റെ പ്രത്യേകത ട്രെയിനിന്റെ ലെങ്തും കാണും. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിന്റെയോ ബ്രിഡ്ജസിന്റെയോ ലെങ്തും കൂടെ കാണും. മനസ്സിലായല്ലോ? ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്താണെന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ വീണ്ടും എന്ത് തന്നെയാണ്? ടൈം. അത്ര എടുത്താൽ മതിയല്ലോ. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ്? സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തന്നെയാണ്. എന്താണ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണോ, ബ്രിഡ്ജസ് ആണോ, ടണൽ ആണോ തന്നിരിക്കും. അതും കൂടെ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ടൈം എടുക്കുക. ഇനി ചോദ്യം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു എക്സാമിനകത്ത് കണ്ടതാണ്. മാൻ, പോസ്റ്റ് എന്നിവ തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയും മാന്റെ നീളം ഇത്രയാണെന്ന് തരും, മനുഷ്യന്റെ നീളം ഇത്രയാണെന്ന് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യന്റെ നീളം പ്ലസ് ആണ് ചെയ്ത് വെക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ ട്രെയിനിന്റെ ലെങ്ത് മാത്രം എടുത്ത് എന്ത് ചെയ്താൽ ഈ കേസിൽ ഡിവൈഡ് ചെയ്താൽ മതി. മനുഷ്യന്റെ ലെങ്ത് തരുന്നത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ ലെങ്ത് ഒരിക്കലും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഏതൊക്കെ വരുമ്പോൾ മാത്രം ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന മാത്രം എന്ത് ചെയ്യുക? പ്ലാറ്റ്ഫോം, ബ്രിഡ്ജസ്, ടണൽ തുടങ്ങിയവ വന്നാൽ മാത്രം എന്ത് ചെയ്യുക? ആ ലെങ്തും കൂടെ ആഡ് ചെയ്യുക. ഏത് ലെങ്ത് ആണ്? ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ലെങ്ത് ഓഫ് ദാറ്റ് ഒബ്ജെക്ട് ഡിവൈഡഡ് ബൈ ടൈം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. ഈ കണ്ടീഷൻസും മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഹൗ ലോങ് വിൽ 150 മീറ്റർ ലോങ് ട്രെയിൻ running at a speed 60 km/h take to cross a bridge for 300 meter? ക്വസ്റ്റ്യൻ ഇത്രയുള്ളൂ. 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ, അത് 60 km/h സ്പീഡിലാണ് സഞ്ചരിച്ചു പോകുന്നത്. അത് 300 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഹൗ ലോങ്?
എത്ര സമയം എടുക്കും എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ തന്നിരിക്കുന്ന ഫാക്ടർ ബ്രിഡ്ജ് ആണ്. അപ്പൊ ബ്രിഡ്ജ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്താണ് മനസ്സിലാക്കാൻ പറ്റിയ ഫാക്ടർ? രണ്ടാമത്തെ കണ്ടീഷൻ. എന്തായിരുന്നു രണ്ടാമത്തെ കണ്ടീഷൻ? ട്രെയിനിന്റെ ലെങ്ത് സ്പീഡ് തന്നെ കണ്ടുപിടിക്കണം. സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തന്നെ നമുക്ക് എഴുതാം. സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ് പഠിച്ചത് നമ്മൾ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലെ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞതുപോലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരും കൂടെ എടുക്കണമെന്ന് മാത്രം. ട്രെയിനിന്റെ ലെങ്ത് എടുക്കണം, അതുപോലെ തന്നെ ആരുടെ ലെങ്ത് എടുക്കണം? ബ്രിഡ്ജിന്റെ ലെങ്തും എടുത്തേ പറ്റുകയുള്ളൂ അല്ലെ? എന്താണ് ട്രെയിനിന്റെ ലെങ്ത്? പറ. 150 മീറ്റർ പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത് എത്രയാണ്? 300 മീറ്റർ എടുക്കണ്ടേ? അപ്പൊ എത്ര കിട്ടും? 450 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് കിട്ടി. ആ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞതാണ് എന്ത്? ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ ആയി. നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസ് d is equal to എത്ര കിട്ടി? 450 മീറ്റർ. ഓക്കെ ആയോ? അതിനുശേഷം നമുക്ക് എന്ത് വേണം? ടൈം. പിന്നെ അതിനുശേഷം വേണം സ്പീഡ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ? സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ ലോങ്, എത്ര നേരം എടുത്തു അല്ലെ, എത്ര സമയം എടുത്തു അല്ലെ? ടൈം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ. ഇത് അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്ത് മതിയല്ലോ. ടൈം ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ആദ്യം പറഞ്ഞ പോലെ. അപ്പൊ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലായി. ഇനി നമുക്ക് എന്തുകൊണ്ട് സ്പീഡ്? സ്പീഡ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. എത്രയാണ്? 60 km/h. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ, ആൻസർ സെക്കൻഡ്സിലായിരിക്കും തന്നിരിക്കുന്നത്. ആൻസർ എന്തിലായിരുന്നു തന്നിരിക്കുന്നത്? ഓപ്ഷൻസ് സെക്കൻഡ്സിലാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് മീറ്ററിലാണ്. ആൻസർ ഓപ്ഷൻ തന്നിരിക്കുന്നത് സെക്കൻഡ്സിലാണ്. എല്ലാ ഓപ്ഷനും സെക്കൻഡ്സിലായിരിക്കും. അപ്പോൾ ഇതിന് ആൻസർ എന്തിലായിരിക്കണം വരേണ്ടത്? km/h കിടന്നാൽ മതിയോ? ഹവറിലാണ് കിടക്കുന്നത്? അല്ല, പിന്നെ എന്തിനാണ് കിടക്കുന്നത്? സെക്കൻഡ്സിലോട്ട്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ വരേണ്ടത്? അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം ഇതിലോട്ട് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. 60 km/h. km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം അല്ലെ? km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട്. വലുതിനെ ചെറുതിലോട്ട്. കിലോമീറ്റർ അല്ലേ വലുത്, മീറ്റർ ചെറുതല്ലേ? അപ്പൊ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ, അല്ലെങ്കിൽ km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ചെറുതിലോട്ടാണ് മാറ്റേണ്ടത്. ചെറുതിലോട്ട് മാറ്റുമ്പോൾ ഏത് സംഖ്യ മൂടി വരണം? ചെറിയ സംഖ്യ. അതേതായിരുന്നു? 5. 5/18 തന്നെ എടുക്കേണ്ടത്. അപ്പൊ 60 × 5/18. കറക്റ്റ് അല്ലേ? അല്ല, 50/3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 50/3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആയി കഴിഞ്ഞില്ലേ? അപ്പൊ സ്പീഡ് കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്തിട്ടാ? ടൈം. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 450 ഡിവൈഡഡ് ബൈ 50/3 അല്ലേ? ഇതെന്ത് ചെയ്യും? അറിയാമല്ലോ എല്ലാവർക്കും. 450 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യും? താഴെ വരുന്ന ഡിനോമിനേറ്റർ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ എന്താക്കും? സൈൻ ഇൻറ്റു ആക്കും. അപ്പൊ എത്ര കിട്ടും? 3/50. 9 3s are 27. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 27 സെക്കൻഡ്സ്. നമ്മൾ പഠിച്ചത് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു പഠിച്ചത്. പക്ഷെ നമ്മളിപ്പോ ചെയ്തു വന്നത് ടൈമിന്റെ. മനസ്സിലായല്ലോ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം ബന്ധമുണ്ടെന്നുള്ള എല്ലാവർക്കും വ്യക്തമായല്ലോ. മനസ്സിലാക്കാത്തവർ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ കണ്ടാൽ മതി. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇതാണ് ആ പ്രോബ്ലം. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ചോദ്യം: എ ട്രെയിൻ റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h crosses a pole in 9 seconds. What is the length of the train? അല്ലെ? ചോദ്യത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എന്താണ് അതിന്റെ മീനിങ്? ഒരു ട്രെയിൻ റണ്ണിംഗ് ചെയ്യുന്ന സ്പീഡ് 60 km/h. അപ്പൊ സ്പീഡ് നമ്മൾ എഴുതി എത്രയാണ്? 60 km/h. അതിനുശേഷം ക്രോസസ് എ പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോളെന്നോ പോസ്റ്റ് എന്നോ മാൻ എന്നോ വരികയാണെങ്കിൽ ഏത് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ അല്ലെ? ഒന്നാമത്തെ കണ്ടീഷനിൽ എന്താണ് പ്രത്യേകത? സാധാരണ റെഗുലർ ഇക്വേഷൻ, അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അത് മാത്രം ഇട്ടാൽ പോലെ മറ്റൊരു ലെങ്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് ട്രെയിനിന്റെ ലെങ്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസിന്റെ സ്ഥലത്ത് ഇടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്രോസസ് എ പോൾ ഇൻ 9 seconds. ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 9 seconds. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ? ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെ? ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്താണ്? ഡിസ്റ്റൻസ്. അപ്പം ഡി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പറയൂ. സ്പീഡ് ഇൻറ്റു ടൈം. ആ 3 ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇടുന്നതാണ്. സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ നമ്മൾ എന്തൊക്കെയാണോ നോക്കാം. സ്പീഡ് അതിന്റെ കറക്റ്റ് മെഷർമെന്റിലാണോ വന്നിരിക്കുന്നത്?
60 km/h. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം എന്തിലാണ് കിടക്കുന്നത്? മീറ്ററിലാണ് കിടക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടൈം എന്തിലാണ് കിടക്കുന്നത്? സെക്കൻഡ്സിൽ. അപ്പൊ നമ്മുടെ ആൻസർ എന്തിലായിരിക്കും വരുന്നത്? മീറ്ററിലല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ഈ 60 km/h ഇതിലോട്ട് മാറ്റുക, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞതിലോട്ട് മാറ്റുക. km/h ഇതിലോട്ട് മാറ്റുക, മീറ്റർ പെർ സെക്കൻഡ്. എപ്പോഴും പോലെ ചെയ്യുന്നത് പോലെ 60 കിലോമീറ്ററിനെ 60 ഇൻറ്റു ഏതെടുക്കും? കിലോമീറ്ററിനെ മീറ്ററിലോട്ട്, വലുതിനെ ചെറുതിലോട്ട്. ഏതിലോട്ട്? ചെറുതിലോട്ട്. ചെറുതിലോട്ട് മാറ്റുമ്പോൾ ചെറിയ നമ്പർ മുകളിൽ. ഏതാണത്? 5/80. ഓക്കെ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതാണ്. എത്രയാണ്? 50/3. 60 km/h മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50/3. അപ്പൊ ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് ഓക്കെ. ഇനി തന്നിരുന്ന ടൈം സെക്കൻഡ്സിൽ തന്നെയല്ലേ, യാതൊരു മാറ്റമില്ലല്ലോ. അതുകൊണ്ട് ഇനി ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി. കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ലെങ്ത് ഓഫ് ദ ട്രെയിൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതല്ലേ, കാരണം കണ്ടീഷൻ എന്തായതുകൊണ്ട്? പോൾ ആയതുകൊണ്ട്. ഓക്കെ. D is equal to എന്താണ്? S. S എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50/3. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇൻറ്റു 9 സെക്കൻഡ്സ്. ഓക്കെ. 150 മീറ്റർ. അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ ഞാൻ ഇതിന്റെ ഓപ്ഷൻ തരുന്നില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണുന്നത്. ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആൻസറിന്റെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ആ ഓപ്ഷൻസിൽ എന്ത് അളവിലാണ് കിടക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ ഓപ്ഷൻസ് ഇപ്പൊ 150 മീറ്റർ, അതുപോലെ 200 മീറ്റർ, അതുപോലെ 450 മീറ്റർ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തരുന്നത്. അപ്പൊ 4 ഓപ്ഷൻസിൽ എല്ലാം എന്തിന് തന്നെ മീറ്റർ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണത്? മീറ്റർ പെർ സെക്കൻഡിലോട്ട് തന്നെ കൺവേർഷൻ ചെയ്യണം. ഓക്കെ, അതൊരു ഫാക്ടർ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി ടൈം എന്തിനാണ് തന്നിരിക്കുന്നത്? 9 സെക്കൻഡ്സ്. സെക്കൻഡ്സിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ്സിലാണ് നമുക്ക് ഉത്തരം വേണ്ടത്. അപ്പൊ സെക്കൻഡ്സിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? മീറ്റർ അല്ലെ. കിലോമീറ്ററിന് ഹവർ, കിലോമീറ്റർ പെർ ഹവർ, അതുപോലെ മീറ്ററിന് സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ റെഡി. 150 മീറ്റർ. ഈ 150 മീറ്റർ എന്ത്? ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ഓക്കെ, ഡു യു ഗെറ്റ് മീ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: ദ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് വിച്ച് എ ട്രെയിൻ 130 മീറ്റർ എലോങ് and traveling at a 45 km/h can cross in 30 seconds is dash. ചോദ്യം എന്താണ്? ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബ്രിഡ്ജിന്റെ ലെങ്ത്. എന്തിന്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്? ബ്രിഡ്ജിന്റെ ലെങ്ത്. അപ്പൊ ബ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഫാക്ടർ കിട്ടി കഴിഞ്ഞു. ഏത് കണ്ടീഷൻ? ഹൊറിസോണ്ടൽ കണ്ടീഷൻ അല്ലേ. ഹൊറിസോണ്ടൽ കണ്ടീഷനിൽ എന്തൊക്കെയാണ് ഇക്വേഷൻ? സാധാരണ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ബട്ട് വൺ മോർ കണ്ടീഷൻ. എന്താണത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെടുക്കണം? 2 ആൾക്കാർ. ഒന്ന് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ആരുടെ ലെങ്ത് കൂടെ എടുക്കണം? ആ ഏതാണോ ഫാക്ടർ, ബ്രിഡ്ജാണോ ടണലാണോ എന്താണോ എനിത്തിങ്, അതിന്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ ടൈം. ഇതല്ലേ നമ്മൾ എടുക്കുന്നത്? ഇതല്ലേ എടുക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പൊ കണ്ടീഷൻ മനസ്സിലാക്കി. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? ട്രെയിൻ ലെങ്ത്. അപ്പൊ വിച്ച് എ ട്രെയിൻ 130 മീറ്റർ. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് കിട്ടി എത്രയാണ്? 130. പക്ഷെ ചോദ്യം ചോദിക്കുന്നത് ബ്രിഡ്ജിന്റെ ലെങ്ത്. ഓക്കെ. അപ്പൊ ആ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് രണ്ടാമത്തെ ആളുടെയാണ്, ഇല്ലാത്തത് നമുക്ക് മനസ്സിലായി. ആൻഡ് ട്രാവലിംഗ് അറ്റ് 45 km/h. അപ്പൊ സ്പീഡ് കിട്ടി. ഓക്കെ, km/h എന്താണ്? സ്പീഡ്. ക്യാൻ ക്രോസ് ഇൻ 30 സെക്കൻഡ്സ്. ടൈമും കിട്ടി. അപ്പൊ എല്ലാം മിക്ക ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് എന്താണ് ഇല്ലാത്തത് നമുക്ക് നോക്കാം. ആദ്യം ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ബ്രിഡ്ജിന്റെ ആയാലും ട്രെയിനിന്റെ ആയാലും രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ്? ഡിസ്റ്റൻസ് അല്ലേ. ട്രെയിനിന്റെ ലെങ്തും ബ്രിഡ്ജിന്റെ ലെങ്തും രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞ ഇക്വേഷനിലെ ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലായി. ട്രെയിനിന്റെ ലെങ്ത് ആയാലും ബ്രിഡ്ജിന്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിലും രണ്ടും കൂട്ടുമ്പോൾ അല്ലെങ്കിൽ രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്ന ഫാക്ടർ ആദ്യമേ എഴുതാം. എന്താണ്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. സ്പീഡ് ഇൻറ്റു ടൈം. ഇനി നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇക്വേഷൻ എഴുതുക, അതിൽ നിന്നും സോൾവ് ചെയ്യുക. ഈ കാര്യം എല്ലാവർക്കും പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂ ചെയ്യാം. യെസ്. എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് തന്നിരിക്കുന്നത് എത്രയാണ്? 45 km/h. നടക്കുമോ? അല്ല. നമ്മൾ എന്തിലോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. കാരണം ക്വസ്റ്റിന് തന്നെ അവരുടെ ടൈം എത്രയിലാണ്? സെക്കൻഡിലാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എന്തിലോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. ചെക്ക് ചെയ്യാം. മാറ്റാം. 45 ഇൻറ്റു, ഞാൻ പറയുന്നില്ല, എല്ലാവരും പറയാം. ഇൻറ്റു എത്രയാണ് എടുക്കുന്നത്? km/h മീറ്ററിലോട്ട് മാറ്റാൻ 5/80. കാരണം ചെറുതിലോട്ടാണ് മാറ്റേണ്ടത്, അതുകൊണ്ട് ചെറിയ നമ്പർ മുകളിൽ. ക്യാൻസൽ ചെയ്യാം. 45 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 50. 18 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6. വീണ്ടും 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5. 2 5 5 25. 25/80.
2 meter per second. അപ്പൊ ആ കൺവേർഷൻ കഴിയും. അപ്പൊ ഇത് എത്രയാണെന്ന് മനസ്സിലായി? 25/2 meter per second. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞില്ലേ? അപ്പം നമുക്ക് സ്പീഡ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അത് അതിന്റെ വേണ്ട ഫാക്ടറിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരാണ്? ടൈം. ടൈം എത്രയാണ്? 30 seconds. എത്രയാണ്? 30 seconds. 10 seconds ആണ്. യാതൊരു പ്രോബ്ലം ഇല്ല. എല്ലാം ആയി. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോലെ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടുപേരെ ആഡ് ചെയ്യുന്നതാണ്. എന്താണ് ആ രണ്ടുപേര്? ട്രെയിനിന്റെ ലെങ്തും വേണം, അതുപോലെ തന്നെ ബ്രിഡ്ജിന്റെ ലെങ്തും വേണം. അതിൽ ആരാണ് ഇല്ലാത്തത്? ബ്രിഡ്ജിന്റെ ലെങ്ത് ആണ് ഇല്ലാത്തത്. അപ്പൊ ഇല്ലാത്ത ലെങ്തിനെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്, വേരിയബിൾ എക്സ്. ഏത് വേണമെങ്കിലും എടുക്കാം, എക്സ് വൈ ഇസഡ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ്. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് ഉണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനകത്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ലെങ്ത്. ആ ട്രെയിൻ ലെങ്ത് പ്ലസ് പിന്നെ ആരുണ്ട്? ബ്രിഡ്ജിന്റെ ലെങ്ത്. ഓക്കെ, കണ്ടീഷൻ 2 ആയിരുന്നു. അപ്പൊ ബ്രിഡ്ജിന്റെ ലെങ്ത് നമ്മളെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ എടുക്കും എക്സ്. അപ്പൊ എക്സ് നമുക്ക് കണ്ടുപിടിച്ച് വരുമ്പോൾ സോൾവ് ചെയ്ത് വരുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ബ്രിഡ്ജിന്റെ ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് നമ്മളെ മാറ്റം കിട്ടുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത്. ബ്രിഡ്ജിന്റെ ലെങ്ത് നമ്മൾ എന്തെടുക്കും? എക്സ്. ഇല്ലാത്തത് കൊണ്ടാണ്. ട്രെയിൻ ലെങ്ത് എത്രയാണ്? ഉണ്ടല്ലോ 130 പ്ലസ് മറ്റേ ഫാക്ടറിനെ എക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഈക്വൽ ടു സ്പീഡ് ആൻഡ് ടൈം. സ്പീഡ് 25/2 എന്നാക്കി മാറ്റിയിരിക്കുന്നു. ടൈം 30 seconds എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഓക്കെ, ക്യാൻസൽ ചെയ്യാമല്ലോ. എത്ര കിട്ടും? 15. ഓക്കെ ആണോ? 130 പ്ലസ് എക്സ് യാതൊരു മാറ്റവും ഇല്ലല്ലോ, ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 25 ഉം 15 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 375. എത്രയാണ്? 375. ഓക്കെ, ഇനി എക്സ് അല്ലേ നമുക്ക് വേണ്ടത്? എക്സിനോട് 130 പ്ലസ് ചെയ്തിരിക്കുന്നു. പ്ലസ് ചെയ്തിരിക്കുന്നത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ്, മൈനസ് ചെയ്തിരിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോയാൽ പ്ലസ്. ഇവിടെ പ്ലസ് അല്ലേ ചെയ്തിരിക്കുന്നത്? എക്സ് ആണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് അയാളെ അവിടെ ഇട്ടു. ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്ന 130 അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് 130. ഓക്കെ, എന്ത് കിട്ടി? 245 മീറ്റർ. അപ്പൊ 245 മീറ്റർ എന്ന് പറഞ്ഞതാണ് എന്തിന്റെ ലെങ്ത്? ബ്രിഡ്ജിന്റെ ലെങ്ത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ ചെറിയൊരു കോംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ വന്നത് ഇതുവരെ ചെയ്തതിൽ. ബാക്കിയെല്ലാം ഒരുവിധം എളുപ്പമാണ്. ഇത് PSC ചോദിക്കുന്ന മാത്സിന്റെ ബേസിക് ഐഡിയാസ് ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ. ഇത് പറയാൻ കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട്, വെറൈറ്റി ക്വസ്റ്റൻസ്. ബാങ്കിന്റെ എന്തിന്റെ RRB SSC ഒരുപാട് ക്വസ്റ്റൻസ്, ഇതിനെക്കാട്ടി വലിയ കോംപ്ലിക്കേഷൻ ക്വസ്റ്റൻസ് ഉണ്ട്. അതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് വന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് PSC വേണ്ടിയുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പൊ PSC മോഡലാണ് ചോദിച്ച് തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇതിനെക്കാട്ടി ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരും. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം, ഇതാണ് ബേസിക് ഐഡിയ ഇതിന്റെ. ഇത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെക്കാട്ടി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചെയ്തു തുടങ്ങാം. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് സെറ്റ് ആക്കി വെക്കുക. ഇനിയും വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റൻസ് ഒരുപാടുണ്ട്, അതെല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ലെങ്തി ആയിപ്പോൾ ആരും കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആരും കാണാൻ നിൽക്കത്തില്ല, മെനക്കെടാൻ ആരും തയ്യാറല്ല. അപ്പം ഇത് വൃത്തിയായിട്ട് ആവശ്യമുള്ളവർ കണ്ട് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. എന്നത്തെയും പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, ഡു പ്രാക്ടീസ് ആൾവേസ്, ദാറ്റ് വിൽ ഇംപ്രൂവ് അവർ സ്കിൽ. അത് ചെയ്താൽ മാത്രമേ നമുക്ക് എപ്പോഴും വിജയം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.